നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ 16 നറുക്കെടുത്ത KN 619 1 കോടി അടിച്ചേക്കുന്നത് ഞങ്ങൾ പറഞ്ഞ ഒരു കോമ്പിനേഷൻ നമ്പറിൻ്റെ ഒരു നമ്പറിനാണ്. അതായത് ഞങ്ങൾ എല്ലാ ദിവസവും പറയാറുണ്ട് 57-16 ഇതിൻ്റെ 24 കോമ്പിനേഷൻ സാധ്യതയാണ്. ഓക്കെ, അപ്പോൾ 57-16ൻ്റെ 24 കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഞാൻ പറയാം. 57-61, അതല്ലെങ്കിൽ 16-57. ഇതുപോലെ 24 കോമ്പിനേഷൻ 57-16ൻ്റെ 24 കോമ്പിനേഷൻ. അപ്പോൾ ഇവിടെ 1 കോടി അടിച്ചേക്കുന്നു. 5000-2000 ഒന്നുമല്ല, 1 കോടി അടിച്ചേക്കുന്നത് 56-1807 അപ്പോൾ അതിനകത്ത് ഞങ്ങൾ പറഞ്ഞ ആ കോമ്പിനേഷൻ നമ്പർ അതിൻ്റെ കളിയാണ് വന്നേക്കുന്നത്. 5 ഉണ്ട്, 6 ഉണ്ട്, 1 ഉണ്ട്, 7 ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു ഞങ്ങൾ പറഞ്ഞ കോമ്പിനേഷനാണ്. ഓക്കെ, പിന്നെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പറയുന്ന എല്ലാ ദിവസവും പറയുന്ന കോമ്പിനേഷൻ നമ്പറുകളുടെ കളികൾ ചെറിയ സമ്മാനങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ പ്രത്യേക ദിവസത്തെ ഒരു പ്രത്യേകത കാണുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കോമ്പിനേഷൻ നമ്പറുകളുടെ ഒരു നമ്പർ മുമ്പിലോ ഒരു നമ്പർ പുറകിലോ അങ്ങനെയുള്ള നിരവധിയുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ അതും കൂടെ വായിക്കാം. അപ്പോൾ അതിൽ തന്നെ 5 ലക്ഷം അടിച്ചേക്കുന്നത് 125808 ആണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും പറയുന്ന നമ്പർ 5198 അതിൻ്റെ ഒരു ചെറിയ കണക്ഷൻ ഇതിനകത്തുണ്ട്. അതായത് 5188 വന്നിട്ടുണ്ട്. അതായത് 1 ഉണ്ട്, 5 ഉണ്ട്, 8 ഉണ്ട്, പിന്നെ 9 വരെ 8 വന്നു. അപ്പോൾ 5198 മാത്രമല്ല, ഈ കോമ്പിനേഷൻ നമ്പറുകൾ ഞങ്ങൾ പറയുന്നതിൻ്റെ ഒരു നമ്പർ കൂടുതലോ ഒരു നമ്പർ കുറവോ നിരവധി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 5198ൻ്റെ കളിയിൽ 9 വരെ 8 വന്നു നോക്കുന്നു. അത് 5 ലക്ഷം രൂപ 3ാം സമ്മാനം അടിച്ചത്. അപ്പോൾ ഞാൻ കുറേ നമ്പറുകൾ വായിക്കാം. അത് ഏതൊക്കെ കോമ്പിനേഷൻ നമ്പറിൻ്റെ കണക്ഷൻ ആണെന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളാം. അതുപോലെ തന്നെ എല്ലാം ഡീറ്റെയിൽഡായിട്ട് ഞാൻ നോക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഈ 16-ാം തീയതി പറഞ്ഞിട്ടുള്ള കോമ്പിനേഷൻ നമ്പറുകൾ, അതായത് ഈ ഇപ്പോൾ 16-ാം തീയതി ഏപ്രിൽ 16 ഞങ്ങൾ പറഞ്ഞേക്കുന്ന കോമ്പിനേഷൻ നമ്പറുകൾ, അന്നത്തെ മാത്രമായിട്ടുള്ള കോമ്പിനേഷൻ നമ്പറുകൾ 73-16, 61-24, 75-16, ഓക്കെ, 71-93, 62-98. ഇതിൻ്റെ കോമ്പിനേഷൻ നമ്പറുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. എങ്കിലും ഞാൻ ലിസ്റ്റ് വായിക്കാം. അതായത് ഞങ്ങൾ പറഞ്ഞ കോമ്പിനേഷൻ നമ്പറിൻ്റെ ഒരു നമ്പറിന് മുമ്പോ ഒരു നമ്പറിന് പുറകിലോ നിരവധി അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ പറഞ്ഞ കോമ്പിനേഷൻ നമ്പറുകളും അടിച്ചിട്ടുണ്ട്. അത് ലിസ്റ്റ് ഞാൻ വായിക്കാം. 10-25 എണ്ണമുണ്ട് സമ്മാനങ്ങൾ. ഓക്കെ, 5000 മുതൽ താഴോട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഏതൊക്കെ കോമ്പിനേഷൻ നമ്പറുകളുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കുക. ഞാൻ വായിക്കാം. 3508 എന്ന് പറയുമ്പോൾ 40-38ൻ്റെ തൊട്ടടുത്ത നമ്പർ കോമ്പിനേഷൻ നമ്പറാണ്. അതായത് 4-ന് പകരം 5 വന്നു. ഓക്കെ, ഇതുപോലെ ഓരോന്നും നോക്കുക, നിങ്ങൾ തന്നെ നോക്കുക. 39-40, 41-95, 9157, 71-91, 79-43, 91-52, 9851. അത് 5198ൻ്റെ കോമ്പിനേഷനാണ്. ഓക്കെ, എല്ലാ ദിവസവുമൊക്കെ ഇതെല്ലാം അടിക്കുന്നുണ്ട്. എല്ലാം കൂടെ ഞാൻ എല്ലാ ദിവസവും വീഡിയോ ചെയ്യാനൊന്നും നമുക്ക് സമയമില്ല. അതുകൊണ്ട് പിന്നെ ഇത് നോക്കി സീരിയസ് ആയിട്ട് ലോട്ടറി എടുത്ത് പരീക്ഷിക്കുന്നവർ ഇത് ഫുള്ള് നോക്കുക. ഓക്കെ, 45-91, 87-12, 94-71, 95-71, 35-92, 40
84 74 29, അതായത് 47 92 ഒരു കോമ്പിനേഷനാണ്. 78 21 9519 9814 ഇതുപോലെ നിരവധി സമ്മാനങ്ങൾ. അതായത് നമ്മൾ എല്ലാ ദിവസവും പറയുന്ന കോമ്പിനേഷൻ നമ്പറുകളുടെ ഒരു നമ്പറിന് മുമ്പിലോ ഒരു നമ്പർ പുറകിലോ ഒക്കെ ഡെയിലി അടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ പറയുന്നതിനകത്ത് എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ഒരുമാതിരിപ്പെട്ട അല്പം കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. പിന്നെ കോമ്പിനേഷൻ നമ്പറുകളുടെ ഒരു കളിയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അതായത് ഒറ്റ നമ്പറിലുള്ള ഈ ഭാഗ്യത്തിനേക്കാൾ കൂടുതൽ ഈ പല നമ്പറുകൾ കൂടിച്ചേരുമ്പോൾ ഭാഗ്യം വരുന്നുണ്ട്. അതിൻ്റെ കോമ്പിനേഷൻ നമ്പറുകൾ ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ 5716 കോമ്പിനേഷൻ 1 കോടി അടിച്ചേക്കുന്നു. അത് തിരിച്ചും മറിഞ്ഞുമൊക്കെയാണ് വന്നേക്കുന്നത്. ശരി, എന്നാലും സംഭവം ഈ പറഞ്ഞ കണക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ ഞങ്ങൾ അർഹിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. അപ്പോൾ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതൊക്കെ അറിയാമെങ്കിൽ ഇയാൾ തന്നെ ഒരു ടിക്കറ്റ് എടുത്തങ്ങ് 1 കോടി അടിച്ചാൽ പോരെ. അപ്പോൾ അതിന് ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിപ്പോൾ എൻ്റെ ഗ്രഹനിലയിൽ രാഹു അഥവാ സർപ്പം അനുകൂലമല്ല, ഡയറക്റ്റ് പ്രതികൂലമാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾക്കും പരീക്ഷിക്കാം. നിങ്ങളുടെ ഗ്രഹനില അനുസരിച്ച്, ജാതകം അനുസരിച്ച് നിങ്ങൾക്ക് ലോട്ടറി അടിക്കാനുള്ള സാധ്യതയുണ്ടോ, അങ്ങനെ. അതുപോലെ നിങ്ങളുടെ ഭാഗ്യ നമ്പർ അറിയാം. അതുപോലെ തന്നെ ഭാഗ്യ ഡേറ്റുകൾ, ഭാഗ്യ നക്ഷത്രങ്ങൾ. ഇതുകൂടാതെ നിങ്ങളുടെ ഗ്രഹനിലയിൽ രാഹു അനുകൂലമാണോ അല്ലയോ എന്നുള്ളത് നോക്കണം. പിന്നെ മഹാദശ അന്തർദശ അനുകൂലമാണോ, ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞാലും നമ്മൾ മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, ദാനധർമാദികൾ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇതെല്ലാം തന്നെ നമ്മളെ ബാധിക്കും. അതുപോലെ തന്നെ ഞാൻ ഈ ഓരോ ദിവസവും ഭാഗ്യ നക്ഷത്രങ്ങളുടെ കാര്യം പറയും. ഈ ലോട്ടറി കിട്ടാൻ പോകുന്ന നക്ഷത്രങ്ങൾ എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ നക്ഷത്രം ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു കുടുംബാംഗത്തിന് ഈ രാഹു അനുകൂലവും മറ്റു കാര്യങ്ങളൊക്കെ അനുകൂലമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കും സാധ്യതയാണ്. അതായത് അവരുടെ ഒരു സാന്നിധ്യം കൊണ്ട് നിങ്ങൾക്കും ഭാഗ്യം വരാം. അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. എല്ലാം കൂടി എനിക്ക് ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, അതുപോലെ തന്നെ ഏത് മന്ത്രം ചൊല്ലണം, ഏത് പൂജ ചെയ്യണം. അതായത് ഞാൻ പറയുന്നത് 10,000-കണക്കിനോ ലക്ഷക്കണക്കിനോ രൂപയുടെ പൂജയല്ല, മറിച്ച് സാധാരണ ഏതൊക്കെ അമ്പലങ്ങളിൽ പോകണം, ഏതൊക്കെ ദൈവങ്ങളെ പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. എല്ലാം കൂടി എനിക്ക് ഇതിനകത്ത് ഈ വീഡിയോ ഉൾപ്പെടുത്താൻ ഒക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വീഡിയോയ്ക്ക് നീളം കൂടുന്നതനുസരിച്ച് വ്യൂസിൻ്റെ എണ്ണം കുറയും. അപ്പോൾ അങ്ങനെയൊക്കെ നിരവധി കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഞാൻ പറയാം. നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ട് ലോട്ടറി അടിക്കുകയോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ, അപ്പോൾ ഫോൺ വിളിക്കരുത് ദയവേത്. പകരം ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ വാട്സാപ്പിൽ ഞാൻ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാം. എനിവേ, വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ എല്ലാ ദിവസവും വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനമെങ്കിലും അടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.